അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, മയ്യിത്ത് സംസ്കരണത്തിൻ്റെ ഇസ്ലാമിക സദാചാര നിഷ്ഠകളാണ് നാം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി മരണപ്പെട്ടാൽ അനന്തര നടപടികൾ എന്തൊക്കെയാണ് മറ്റു വിശ്വാസികൾ കൈക്കൊള്ളേണ്ടതെന്ന് വളരെ വ്യക്തമായ നിയമാവലിയുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞയാഴ്ച ഇവിടെ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്തു. ആ കേട്ട വിഷയത്തിൽ തന്നെ ചില സംശയങ്ങളും അതുപോലെ തന്നെ വേണ്ടത്ര ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ ഉണർത്തിത്തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഇൻഷാ അല്ലാഹ് ആ സംശയ ദൂരീകരണത്തിന് ശേഷം അത് നമുക്ക് ആദ്യം സംശയം മാറ്റാനുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം. അതിന് ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ പറയാം. ചില കൂട്ടുകാരുടെ അഭിപ്രായത്തിൽ സംഗതി ദീനിന്റെ നിയമമാണെങ്കിലും പ്രായോഗികമാക്കാൻ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മുസ്ലിയാർ പറയുന്ന വിഷയമൊക്കെ എന്ന് അഭിപ്രായപ്പെട്ട സുഹൃത്തുക്കളുമുണ്ട്. വാസ്തവത്തിൽ യാതൊരു ക്ലേശവും ബുദ്ധിമുട്ടും ദീനീ നിയമങ്ങൾക്കില്ല. ഇത്രനാൾ നാം അനുവർത്തിച്ചു പോകുന്ന രീതിക്കെതിരായി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രനാൾ നാം അനുവർത്തിച്ച രീതി മാറണമെന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ലാതെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ല എന്നതൊരു പരമാർത്ഥം. പിന്നെ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റായി മനസ്സിലാക്കിയവരും ഉണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞയാഴ്ച മയ്യിത്ത് കാണുന്നതിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് ചില നിയമാവലികൾ പറഞ്ഞപ്പോൾ വ്യക്തമായി പറയുകയുണ്ടായി. മയ്യിത്ത് കാണുന്നതിന്റെ വിധി കഹുക്മിഹി ഹയ്യൻ, ജീവിതകാലത്ത് കാണുന്ന വിധി തന്നെയാണ് മരിച്ചു കഴിഞ്ഞാലും. ജീവിതകാലത്ത് പരസ്പരം ആർക്കൊക്കെ തമ്മിൽ കാണാമോ അവർക്ക് മരണത്തിന് ശേഷവും കാണാം. ഇത് പറഞ്ഞിട്ട് ഇവിടെ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. ഈ ദീനീ നിയമത്തിന് വിരുദ്ധമായി ഒരു മുസ്ലിം സ്ത്രീ മരിച്ചപ്പോൾ അവരുടെ മയ്യിത്ത് കാണാൻ അന്യപുരുഷന്മാരുടെ ഒരു ക്യൂ കാണുകയും അതിനകത്ത് എത്രത്തോളം സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ ഉണ്ടായി. അത് തീർച്ചയായും തടയപ്പെടേണ്ടതാണ്, പാടില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞത് കേട്ട് ചിലർ മനസ്സിലാക്കി അന്യ മതസ്ഥരായ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് പോകാൻ പാടില്ല. ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ആ മരണ വീട്ടിലേക്ക് അന്യ മതസ്ഥരെ പ്രവേശിപ്പിക്കാനും കയറ്റാനും പാടില്ല എന്ന രീതിയിൽ മനസ്സിലാക്കിയവരുമുണ്ടായി. വാസ്തവത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ ഒരു നിയമമില്ല എന്ന് മാത്രമല്ല, നമ്മളുമായി സൗഹൃദത്തിലുള്ള സ്നേഹത്തിലുള്ള സഹോദര സമുദായത്തിലെ സുഹൃത്തുക്കൾ, അതുപോലെ നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ, അവർ മരണപ്പെട്ടാൽ അവിടെ പോവുകയും അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാകുകയും നല്ല കാര്യങ്ങളിൽ അവരുമായി സഹകരിക്കുകയും ചെയ്യണം. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ശിർക്കും ഹറാമും അവിടെ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുക, നല്ല കാര്യങ്ങളിൽ അവരോട് സഹകരിക്കുന്നതും ആ വീട്ടിൽ ചെല്ലുന്നതും മുസ്ലിമിന് വിലക്കപ്പെട്ട കാര്യമല്ല, അതവന്റെ കടമയാണ്. ഒരു ജൂതന്റെ മയ്യിത്ത് വരുന്നത് കണ്ട് ബഹുമാനിച്ചെണീറ്റ് നിന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന്, ഉമ്മത്തിന് മറ്റുള്ള മതസ്ഥരുടെ മയ്യിത്തിനെ അവഗണിക്കേണ്ട കാര്യമില്ല. അത് മാനിക്കണം. മാനുഷിക പരിഗണന കൊടുത്തേ മതിയാകൂ. അതൊരു മുസൽമാന്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഇതര മതസ്ഥർ മരണപ്പെട്ടാൽ മുസ്ലിങ്ങൾക്ക് അവരുമായി ബന്ധമുണ്ടെങ്കിൽ, അയൽപക്ക ബന്ധമുണ്ടെങ്കിൽ, മറ്റു വല്ല വിധേനയും ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം, അവരുമായി നല്ല വിഷയങ്ങളിൽ സഹകരിക്കാം. നമ്മുടെ വീടുകളിൽ മരണപ്പെട്ടാൽ അവർക്ക് നമ്മുടെ വീട്ടിലേക്കും വരാം. പക്ഷേ ഒരു നിയമം അത് പാലിച്ചേ പറ്റൂ. ജീവിതകാലത്ത് കാണാൻ പറ്റുന്നവർക്കേ മരണശേഷവും കാണാവൂ. വേലായുധൻ മരണപ്പെട്ടാൽ, നിന്റെ അയൽക്കാരൻ വേലായുധൻ മരണപ്പെട്ടാൽ നിനക്ക് പോയി കാണാം. തിരിച്ചു വേണമെങ്കിൽ നിന്റെ ജനാസ ആ സഹോദരനും വന്ന് കാണാം. പക്ഷേ വേലായുധന്റെ ഭാര്യ
രാധാമണി മരണപ്പെട്ടാലോ നിനക്ക് പോയി കാണാൻ പാടില്ല. എന്തുകൊണ്ട്? ജീവിതകാലത്ത് കാണൽ ഹറാമായതുകൊണ്ട് തന്നെ. ചിലർ മനസ്സിലാക്കി മുസ്ലിങ്ങളെ എല്ലാവരും കയറ്റിവിട്ട് കാണിക്കാം, മറ്റുള്ളവരെ കാണിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി. അങ്ങനെയല്ല, ജീവിതത്തിൽ കാണാൻ പാടില്ലാത്ത ആളുകളുണ്ട്. മഹറമായ ആളുകൾക്ക് മാത്രമേ അന്യോന്യം കാണാവൂ. പരസ്പരം വിവാഹബന്ധം, നിഷിദ്ധമായ ബന്ധമുള്ളവർ, കല്യാണം കഴിക്കാൻ പറ്റാത്തവർ, അതാണ് മഹറമുകൾ. അവർ തമ്മിലുള്ള കാഴ്ചയാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അല്ലാത്തവർക്ക് കാണാൻ പാടില്ല. ഉദാഹരണം, പാത്തുമ്മ മരിച്ചു എന്ന് കൂട്ടിക്കോ, പാത്തുമ്മാന്റെ വയ്യത്താണുള്ളത് വീട്ടില്. പാത്തുമ്മാനെ ആർക്കൊക്കെ കാണാം? പാത്തുമ്മായുടെ കൊച്ചാപ്പാക്ക് കാണാം, പാത്തുമ്മായുടെ മാമക്ക് കാണാം. കൊച്ചാപ്പ എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരൻ, മാമ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. ഇവിടെ വേറെ കുറെ മാമമാരും കൊച്ചാപ്പമാരും ഉണ്ട്, അത് പറ്റൂല. പിതാവിന്റെ സഹോദരനായ കൊച്ചാപ്പയ്ക്ക് കാണാം, ഉമ്മയുടെ സഹോദരന്മാരായ മാമമാർക്ക് കാണാം. എന്നാൽ ഈ കൊച്ചാപ്പയുടെ മക്കൾക്ക് കാണാൻ പാടില്ല, മാമമാരുടെ മക്കൾക്ക് കാണാൻ പാടില്ല. ഇസ്ലാം ജീവിതകാലത്ത് കാണരുത് എന്ന് കണിശമായി പറഞ്ഞതാണ്. അതുകൊണ്ട് ജീവിതകാലത്ത് കാണാൻ പറ്റാത്തവർക്ക് മരിച്ചാലും കാണാൻ പാടില്ല. ചില കൂട്ടുകാർ കഴിഞ്ഞയാഴ്ചത്തെ വിവരണം കേട്ട് വർഗീയതയല്ലേ ആ പ്രസംഗിച്ചത് എന്നൊക്കെ പറഞ്ഞുപോയി. എന്തു വർഗീയത? പാത്തുമ്മ മരിച്ചു കിടക്കുമ്പോ കാണാൻ വരുന്ന സമൂഹത്തിൽ കൊച്ചാപ്പയെ കയറ്റി, മാമയെ കയറ്റി, സഹോദരനെ കയറ്റി, മക്കളെ കയറ്റി. കൊച്ചാപ്പാന്റെ മോനും മാമാന്റെ മോനൊക്കെ വന്നപ്പോ തടഞ്ഞു, കൂട്ടത്തിൽ വേലായുധനെയും തടഞ്ഞു. ഇതിലെന്ത് വർഗീയതയാണ്? വർഗീയതയില്ല. ഇത് പ്രായോഗികമായ നിയമമാണ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്, നിയമം അങ്ങനെ എഴുതപ്പെട്ടതായിട്ടുണ്ടെങ്കിലും കൂട്ടുകുടുംബത്തോടൊന്നിച്ചുള്ള ഈ സാമൂഹ്യ ജീവിത വ്യവസ്ഥിതിയിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ കാണാം, ജീവിതകാലത്തും കാണാം, മരിച്ചാലും കാണാം. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങൾക്കത് വിരുദ്ധമാണെന്ന സത്യം പറയാതിരിക്കാൻ വയ്യ. ഖുർആൻ ആരെയൊക്കെ കാണാമെന്ന് അക്കമിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്തത് ആവർത്തിക്കുന്നില്ല, മുമ്പ് പറഞ്ഞതാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞല്ലോ, സൂറത്തു നൂറിൽ കാണാം, ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. നബിയെ, വിശ്വാസികളായ ആളുകളോട് ഉപദേശിക്കൂ. എന്ത്? യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ. ചിലരെ കാണരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവരെ അനാവശ്യമായി നോക്കരുത് എന്ന് നബിയെ വിശ്വാസികളായ പുരുഷന്മാരോട് ഉപദേശിക്കൂ. അപ്പൊ ഒരു പുരുഷൻ അന്യ പെണ്ണിനെ കാണാൻ പാടില്ല. എന്നാ തിരിച്ചു പറ്റുമോ? തിരിച്ചും പറ്റൂല. അത് അല്ലാഹു സ്പെഷ്യലായി പറഞ്ഞു സൂറത്തു നൂറിൽ, ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സാരിഹിൻ. നബിയെ, പുരുഷന്മാരെ ഉപദേശിച്ചതുപോലെ തന്നെ വിശ്വാസികളായ സ്ത്രീകളോടും പറയുക, യഗ്ളുൽന മിൻ അബ്സാരിഹിൻ, അരുതാത്ത ഭാഗത്തേക്ക് അവരുടെ കണ്ണയക്കരുത്, അന്യ പുരുഷന്മാരിലേക്ക് നോക്കരുത് എന്ന് സ്ത്രീജനങ്ങളെയും ഉപദേശിക്കണേ. ഇന്നിപ്പോ നാട്ടിലത് നടപ്പില്ലെങ്കിൽ അങ്ങനെ പോട്ടെ, എന്താ കുഴപ്പം? അന്ത്യദിനത്തിലെ ഭയാനകമായ അവസ്ഥയിൽ നബി തങ്ങൾ അവിടത്തെ ഒരു രംഗം വിവരിക്കുന്നു. കുല്ലു ഐനിൻ ബാക്കിയാ, എല്ലാ കണ്ണുകളും അന്ത്യദിനത്തിൽ കരഞ്ഞ് കലങ്ങിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. മഹ്ശറാ സഭയിൽ ഒരുമിച്ചു കൂടിയ മാനവരാശിയുടെ കണ്ണുകളൊക്കെ കരഞ്ഞ് കലങ്ങിയിട്ടുണ്ടാകും. ഇല്ലാ ഐനുൻ വല്ലത്ത് അൻ മഹാരിമില്ലാ, ചുരുക്കം ഒരു ന്യൂനപക്ഷത്തിന്റെ കണ്ണുകളിൽ മാത്രം സന്തോഷമാണ് പ്രകടമാകുന്നത്. ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ കണ്ണുകളിൽ സന്തോഷമാണെന്ന് പ്രകടമാകുന്നത്. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരില്ല, കരച്ചിലിന്റെ അടയാളമില്ല. അതാരാണെന്നറിയോ? ഇല്ലാ ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാ, അല്ലാഹ് നോക്കരുത് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നോക്കാതെ സൂക്ഷിച്ച് ജീവിച്ചവർ, അവരവിടെ കരയില്ല. അത്തരക്കാർക്ക് അവിടെ കരയേണ്ടി വരില്ല. അല്ലാത്തവരെല്ലാം കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കും അന്ത്യദിനത്തിൽ നിലകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾ ആ നിയമമൊന്നും പാലിക്കാറില്ല, അപ്പം മരിച്ചാലും ഇപ്പൊ തൽക്കാലം ഞങ്ങളത് പാലിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയരുത് സഹോദരന്മാരെ. അതുകൊണ്ട് ഇത് ബുദ്ധിമുട്ടുള്ള ഒരു നിയമമല്ല, ഇത് പരിശുദ്ധ ദീനിലുള്ള നിയമമാണ്.
ഇതിൽ വർഗീയതയൊന്നുമില്ല. അയൽപക്കത്തുകാരനായ അമുസ്ലിം സഹോദരൻ നമ്മുടെ വീട്ടിൽ മരിച്ച പെണ്ണിന്റെ മയ്യത്ത് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കലാണ് വർഗീയത. ഇവിടെ ഈ ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് ആക്ട് മരണാനന്തര കർമ്മങ്ങളിൽ അംഗീകരിക്കപ്പെട്ടതാണ്. മുസ്ലിമീങ്ങൾ മരിച്ചാൽ അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് മറവ് ചെയ്യാനും സംസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും നിയമവും ഇന്ത്യ രാജ്യത്തുണ്ട്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ വരുന്നതാണ് വർഗീയത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്. മറ്റൊന്ന്, മരണാസന്നരായ ആളുകളുടെ മുന്നിൽ നിന്ന് അദ്ദേഹം കിടക്കുന്ന റൂമിൽ നിന്ന് രൂപങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞപ്പോ ചില സുഹൃത്തുക്കൾ ചോദിച്ചു, ഫോട്ടോകൾ ഉണ്ടാകുമല്ലോ റൂമിൽ, അത് മാറ്റേണ്ടതുണ്ടോ? പലരും കലണ്ടറിലുള്ള ഗാന്ധി തല രൂപമുള്ള അല്ലെങ്കിൽ ആ ചിത്രമുള്ള കലണ്ടർ വരെ മാറ്റി. വളരെ പ്രബലമായ അഭിപ്രായമനുസരിച്ച്, പ്രബലമായ അഭിപ്രായം, ഈ വിഷയത്തിൽ പല വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം പ്രതിമയാണ് കുഴപ്പം, രൂപമെന്ന് പറഞ്ഞാൽ പ്രതിമയ്ക്കാണ് കുഴപ്പം. 6 ഭാഗങ്ങളുള്ള, മുൻഭാഗവും പിറകുവശവും ഇടതുഭാഗവും വലതുഭാഗവും മുകൾ ഭാഗവും താഴ്ഭാഗവുമുള്ള വസ്തു, അത് രൂപം എന്ന് പറഞ്ഞാൽ പ്രതിമ, അതിനാണ് കുഴപ്പം. ചിത്രത്തിന് അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് ഈ നിയമം ബാധകമാവുകയില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. കാരണം ഫോട്ടോയ്ക്ക് തടിയില്ല, കേവലം നിഴൽ മാത്രമേ ഉള്ളൂ. ഫോട്ടോ നിലകൊള്ളുന്ന പ്രതലത്തിന് തടിയുണ്ടെങ്കിലും ഫോട്ടോ നിഴൽ മാത്രമാണ്. അതുകൊണ്ട് ഫോട്ടോ ഈ ഗണത്തിൽ പെടില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. സൂക്ഷ്മത പാലിക്കുന്ന ചില ഇമാമുമാർ ഫോട്ടോയും ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉന്നതമായ, ഏറ്റവും ഉന്നത തലങ്ങളിലുള്ള സൂക്ഷ്മതയാണ്. സാധാരണ അവസ്ഥയനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മരണാസന്നരായ വ്യക്തി കിടക്കുന്ന റൂമിൽ നിന്ന് ന്യൂസ് പേപ്പർ നീക്കം ചെയ്യേണ്ടി വരും, കലണ്ടർ, എന്തിനധികം കീശയിലുള്ള കറൻസി വരെ നീക്കം ചെയ്യേണ്ടി വരും. കാരണം അതിലുണ്ട് ചിത്രം. അത് ഗാന്ധിയുടെ അർദ്ധ ഫോട്ടോ അല്ലേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. 500-ന്റെയും 1000-ന്റെയും ഒക്കെ കറൻസിയിൽ ഗാന്ധിക്ക് പിറകിൽ അണിനിരന്ന ഒരു ജാഥ തന്നെ ഉണ്ട്, പൂർണ്ണ ഫോട്ടോ. അപ്പൊ അതൊക്കെ കീശയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രായോഗികവുമല്ല, ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് രൂപം അത് പ്രതിമയാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇനി ദുഷ്കം, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഫോട്ടോ ഒഴിവാക്കുകയാണെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ട കാര്യം ഒന്നുമല്ല. ഇപ്പോ കഴിഞ്ഞയാഴ്ച പറഞ്ഞ് എവിടം വരെ എത്തി? മരണം ഉറപ്പായ സമയത്ത് കണ്ണുകൾ രണ്ടും അടച്ചുകൊടുത്ത് വിരിപ്പ് കൂടാതെ ഒരു കട്ടിലിൽ കിടത്തി, ഖിബിലയ്ക്ക് നേരെ ചെരിച്ച് നേരിടിച്ച് കിടത്തി, ശരീരമാസകലം മൂടുന്ന ഒരു തുണി കൊണ്ട് ശരീരം മൂടി, മയ്യത്തിന്റെ സന്ധികൾ, അവയവങ്ങളിലെ സന്ധികളെല്ലാം മയപ്പെടുത്തി കൊടുത്ത് ആകെ മൂടി ഇങ്ങനെ ഇട്ടിരിക്കുക. ഇനി ചെയ്യാനുള്ള സംഗതി, വയറിൽ ഇരുമ്പിന്റെ അല്പം ഭാരമുള്ള ഒരു വസ്തു വയറിൽ വെക്കുക. അത് ആകെ മൂടിയ തുണിയുടെ അടിയിലായാലും കുഴപ്പമില്ല, മുകളിലായാലും കുഴപ്പമില്ല. ഷൈഉൻ സഖീലുൻ, അല്പം ഭാരമുള്ള ഇരുമ്പിന്റെ വസ്തു. ഭാരം എന്ന് പറഞ്ഞാൽ ആധുനിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ ഭാരത്തിനൊരു സുമാർ അളവ് പറഞ്ഞിട്ടുണ്ട്. സുമാർ ഒരു 56 ഗ്രാം തൂക്കമുള്ള ഇരുമ്പിന്റെ വസ്തു. ഇരുമ്പാകുന്നത് നല്ലതാണ്. കാരണം വഫീഹി സിറുൻ, ഇരുമ്പിൽ ചില രഹസ്യങ്ങളുണ്ട്. അപസ്മാര രോഗികൾക്ക് നാം അവരുടെ കയ്യിൽ, ദേഹത്ത് ഇരുമ്പ് തൊടിയിക്കാറുണ്ടല്ലോ, അതിലൊരു രഹസ്യമുണ്ട്. ഇനി ഇരുമ്പ് കിട്ടിയില്ലെങ്കിൽ ഫഇൻ ഫുഖിദ, ഇരുമ്പ് കിട്ടാനില്ലെങ്കിൽ ഫത്വീനുൻ റത്തുബുൻ, പച്ച മണ്ണ് ഉരുട്ടി ഇട്ടാണെങ്കിലും ശരി വയറിൽ വെക്കൽ സുന്നത്താണ്. ലി അല്ലാ യന്തഫിഖ, വയർ വീർത്തു പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണിത്. മരണപ്പെട്ടു പോയ മനുഷ്യന്റെ വയറ് ഏറ് കയറിയിട്ടും അല്ലാത്ത അവസ്ഥയിലും വീർത്തു വരും. അത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സംശയമുള്ളത്, നാം ഖിബിലക്ക് നേരിടിച്ച് കിടത്തണമെന്ന് പറഞ്ഞ ഭാഗത്ത് 3 രൂപം പറഞ്ഞിരുന്നു. ഖിബിലയിലേക്ക് ചെരിച്ച് കിടത്തുന്ന 2 രൂപം. ഇങ്ങനെ ചെരിച്ച് കിടത്തുമ്പോൾ നെഞ്ചുഭാഗവും ചെരിച്ചുകൊണ്ട് ഖിബിലയിലേക്ക് നേരിടിച്ച് കിടത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ചെരിച്ച് കിടത്തുമ്പോൾ എങ്ങനെയാണ് അത് വയറിൽ വെക്കുക? ഇങ്ങനെയുള്ള ആശയക്കുഴപ്പമുള്ളത് കൊണ്ടാണ് മലർത്തി കിടത്തിയിട്ട് തല തിരിക്കുന്നത്. എന്നാ പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ചെരിച്ച് കിടത്തുമ്പോൾ വയറിൽ ഈ ഇരുമ്പിന്റെ വസ്തു വെച്ചാൽ താഴേക്ക് വീഴുമല്ലോ. അപ്പൊ അതെങ്ങനെ വെക്കും? അതിന് ഫുഖഹാ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കയറുകൊണ്ട് മൃദുലമായ തരത്തിൽ ആ ഇരുമ്പ് പിടിച്ച് പിറകിലേക്ക് കെട്ടുക. ചെരിച്ച് കിടത്തുമ്പോൾ
ഭാരമുള്ള വസ്തു വയറിൽ നിൽക്കില്ല. അതുകൊണ്ട് വലിയ മുറുക്കം കൂടാതെ ടൈറ്റാക്കാത്ത രീതിയിൽ മൃദുലമായ രീതിയിൽ ആ ഇരുമ്പ് രണ്ടു ഭാഗത്തും പിടിച്ച് പിറകിലേക്ക് കെട്ടിവെച്ചു കൊടുത്താലും ആ സുന്നത്ത് കിട്ടും. ചിരിച്ചു കിടത്തുന്ന മയ്യിത്തിനെ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പിന്നെ ആദരിക്കപ്പെടുന്ന വന്ദിക്കപ്പെടുന്ന ഖുർആൻ പോലത്തത്, ഹദീസ് ഗ്രന്ഥങ്ങൾ പോലത്തത് വയറിൽ വെക്കൽ കറാഹത്താണ്, നല്ലതിനെതിരാണ്, സുന്നത്തിനെതിരാണ്. ജീർണിച്ച മയ്യിത്താണെങ്കിൽ അല്ലെങ്കിൽ മയ്യിത്തിന്റെ ശരീരത്തിൽ നജസുണ്ടെങ്കിൽ, രക്തമോ ചലമോ ചീഞ്ചലമോ വല്ലതുമുണ്ടെങ്കിൽ അത്തരം വസ്തുക്കൾ വെക്കുന്നതിന്റെ വിധി ഹറാമാണെന്നും ബഹുമാനപ്പെട്ട ഫുഖഹാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാം ഘട്ടമായി മനസ്സിലാക്കാനുള്ളത്. ഇത് കഴിഞ്ഞാൽ ഇനി മയ്യിത്ത് കുറച്ചേരം അവിടെ കിടക്കട്ടെ, കുളിപ്പിക്കാടുക്കോളം തൽക്കാലം അവിടെ കിടക്കട്ടെ. കൂടുതൽ സമയം കിടത്താനും പറ്റൂല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനിടയിൽ മനസ്സിലാക്കാനുണ്ട്. കുളിപ്പിക്കാൻ എടുക്കുന്നതിന്റെ മുമ്പ് നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ വീണ്ടും ഉണ്ട്. പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പിറകെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ അതിനിടയിലും ശേഷവും നാം അറിയേണ്ട സംഗതി, ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടിൽ ക്ഷമിക്കുക, ആർത്തു വിളിച്ച് അട്ടഹസിച്ച് കരയാതിരിക്കുക. ഇത്തരം വേളകളിൽ ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കുന്നവർ ആരാണോ അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് വിശ്വാസികൾ, അവരാണ് ഹിദായത്ത് കിട്ടിയവർ എന്ന് പരിശുദ്ധ ഖുർആൻ. ഹിദായത്തുള്ള ആളുകൾ ആരാണ്? ഹിദായത്ത് കിട്ടിയ ആളുകൾ ആരാണ്? സന്മാർഗത്തിലെത്തിയ ആളുകൾ ആരാണെന്ന് വിവരിച്ചെടുത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قالوا إنا لله وإنا إليه راجعون. അല്ലയോ മനുഷ്യരെ, പടച്ച തമ്പുരാൻ പറയുകയാണ്, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളെ പല വിധേനയും പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഭയങ്ങളും ആശങ്കകളും വിട്ടു തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കും. അതുപോലെ തന്നെ വനഖ്സിം മിനൽ അംവാൽ, സാമ്പത്തിക മാന്യമുണ്ടാക്കിക്കൊണ്ടും പരീക്ഷിക്കും. വനഖ്സിം മിനൽ അംവാൽ, ധനത്തെ ചുരുക്കുക, അതാണല്ലോ സാമ്പത്തിക മാന്യം. സാമ്പത്തിക മാന്യം വഴി ചികിത്സിക്കും. വൽ അൻഫുസി വസ്സമറാത്ത്, കായ്ക്കനികളും കൃഷികളും നശിപ്പിച്ചുകൊണ്ട് ചുരുക്കിക്കൊണ്ട് പരീക്ഷിക്കും. ആൾനാശം വരുത്തിക്കൊണ്ടും പരീക്ഷിക്കും. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെ മരിപ്പിച്ചുകൊണ്ടും പരീക്ഷിക്കും. ഇങ്ങനെയൊക്കെ ഈ രൂപങ്ങളിലൂടെയെല്ലാം നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ വിധിയാണെന്നോർത്തുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. വബശ്ശിരി സ്വാബിരീൻ, നബിയെ അത്തരം വേളകളിൽ ക്ഷമിക്കുന്ന വിശ്വാസികളുണ്ടല്ലോ, ആ വിശ്വാസികൾക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ ധനത്തിൽ കുറവ് വന്ന്, കൃഷിനാശം വന്ന്, ബിസിനസ്സിൽ തകർച്ച വന്ന്, ഭയാശങ്കകൾ വന്ന്, വേണ്ടപ്പെട്ടവർ മരിച്ച അവസ്ഥ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് സുവാർത്ത അറിയിക്കുക, അവരോട് സന്തോഷ വാർത്ത അറിയിക്കുക നബിയേ. ആരാണ് ഈ ക്ഷമിക്കുന്നവർ? ആരാണ് ഈ ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, അവർക്ക് വല്ല മുസീബത്തും വന്നു കഴിഞ്ഞാൽ, വല്ല വിപത്തും വന്നു കഴിഞ്ഞാൽ, ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ മനസ്സിൽ തട്ടിപ്പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. ഞങ്ങൾ അല്ലാഹുവിന്റേതാണല്ലോ, ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിന്റേതാണല്ലോ, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ മടങ്ങിപ്പോകേണ്ടതും അവനിങ്കലേക്കാണല്ലോ. ഞങ്ങൾ അള്ളാന്റേതാണ്, ഞങ്ങൾക്ക് മടങ്ങിച്ചെല്ലാനുള്ളതും അള്ളാന്റെ മുന്നിലേക്കാണ്. ഇത് വളരെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നവരാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ,
ഇവരുടെ മേലിൽ അള്ളാഹുവിന്റെ എണ്ണമറ്റ കാരുണ്യമുണ്ട്. വറഹ്മ, അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും നിഴലിലാണ് ഇത്തരക്കാർ ജീവിക്കുന്നത്, നിലകൊള്ളുന്നത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗത്തിലെത്തിയതായ ആളുകൾ. അവരാണ് സന്മാർഗത്തിലെത്തിയ ആളുകൾ. ഉറ്റവർ, നാം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ, അടുത്ത ബന്ധത്തിലുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ക്ഷമിച്ച് സബൂറായി പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കുള്ള പ്രാധാന്യവും അവർക്ക് കിട്ടുന്ന പ്രതിഫലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ അബൂ സലമ എന്ന സ്വഹാബിയുടെ വഫാത്ത് കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ. ഒരുപാട് പിഞ്ചുമക്കളെ അനാഥരാക്കിക്കൊണ്ട് ഉമ്മു സലമ ബീവിയെ വിധവയാക്കിക്കൊണ്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി പോവുകയാണ്. നമ്മൾ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട ആ സ്വഹാബിയുടെ വീട്ടിലേക്കെത്തി. അവിടെ വെച്ചാണല്ലോ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നബി തങ്ങൾ അടച്ചത്. കഴിഞ്ഞയാഴ്ച പറഞ്ഞു. ഇത്രയൊക്കെ ആയപ്പോ മരണം സംഭവിച്ച ഉടനെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ ചിലർ അലമുറയിട്ട് കരയാൻ തുടങ്ങി, ആർത്തു വിളിച്ച് കരയാൻ തുടങ്ങി. നബി തങ്ങൾ ആ മരിച്ച വീട്ടിലുണ്ട്, ആ സ്വഹാബി മരിച്ച വീട്ടിലുണ്ട്. കുടുംബത്തിലെ ചിലർ ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ട നബി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. അല്ലയോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുഃഖമുണ്ട്, വ്യസനമുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഫലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾ ഈ സമയത്ത് ഖൈറല്ലാത്തത് പ്രാർത്ഥിക്കരുത്, നല്ലതല്ലാത്തത് നിങ്ങൾ പറയരുത്. നിങ്ങൾ നല്ലത് പറഞ്ഞ് നല്ലത് പ്രാർത്ഥിച്ച് ക്ഷമിക്കണം. എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ മലായികത, ഇവിടെ സന്നിഹിതരായ അല്ലാഹുവിന്റെ മലക്കുകൾ യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് ആമീൻ പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും എന്റെ കാലക്കേടേ എന്ന് പറഞ്ഞ് വിലപിച്ചാൽ മലക്കുകൾ പറയും, ആമീൻ, നിന്റെ കാലം കെട്ടുപോകട്ടെ. എന്റെ നാശമേ, എന്റെ ദുരന്തമേ എന്ന് പറഞ്ഞ് നിങ്ങൾ അട്ടഹസിച്ചാൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് നിനക്ക് നാശവും ദുരന്തവും ആയിരിക്കട്ടെ എന്നായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും മരുതാത്തത് പറയരുത്, മോശപ്പെട്ട സംസാരം നിങ്ങളിൽ നിന്നുണ്ടാകരുത്, നല്ലത് മാത്രം പ്രാർത്ഥിക്കുക. മലക്കുകൾ ആമീൻ പറഞ്ഞു പോയാൽ അത് വൻ ദുരന്തത്തിനും നാശത്തിനും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഫലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നല്ലത് പറയാം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അബൂ സലമയുടെ വിധവയായ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പഠിപ്പിച്ചു, മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തുൻ, മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ ഇല്ലാ അജറഹു അല്ലാഹു തആല ഫീ മുസീബതിഹി വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ. ഉമ്മു സലമ ബീവി പറയാൻ, നബി തങ്ങൾ പഠിപ്പിച്ചു. ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. ഉമ്മു സലമ ബീവി പറയുന്നു, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് നബി തങ്ങൾ പഠിപ്പിച്ചത്? മാമിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തുൻ, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളിൽ, സത്യവിശ്വാസികളിൽ ആരായാലും ആ ആൾക്കൊരു ദുരന്തം വന്നാൽ, ഒരു മുസീബത്ത് വന്നാൽ, ഒരു നഷ്ടം വന്നാൽ, ആ നഷ്ടം വന്ന സമയത്ത്, ആ മുസീബത്ത് വന്ന സമയത്ത് ഫയഖൂലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന പ്രാർത്ഥന മുസീബത്തെത്തിയ സത്യവിശ്വാസി പ്രാർത്ഥിച്ചാൽ, ഈ പ്രാർത്ഥന വേണ്ടപ്പെട്ടവർ മരണപ്പെടുമ്പോ പ്രാർത്ഥിച്ചാൽ, ധനം നഷ്ടപ്പെടുമ്പോ പ്രാർത്ഥിച്ചാൽ, അപകടം സംഭവിക്കുമ്പോ പ്രാർത്ഥിച്ചാൽ, മാരകമായ രോഗത്തിന്റെ വാർത്ത കേട്ട് പ്രാർത്ഥിച്ചാൽ, ഏത് പ്രാർത്ഥന? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ,
അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ലാ അജറഹുല്ലാഹു തആല ഫീ മുസീബത്തിഹി, പടച്ച തമ്പുരാൻ ആ മുസീബത്തിൽ വലിയ കൂലിയാണ് ആ മനുഷ്യന് കൊടുക്കുക. ഒരുപാട് നാളുകൾ ഒരുപാട് വർഷങ്ങൾ ഇബാദത്ത് ചെയ്താൽ കിട്ടാത്ത അത്ര വലിയ കൂലി ഇതിൽ ക്ഷമിച്ചാൽ അല്ലാഹു കൊടുക്കും. മാത്രമല്ല വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഖൈറായ ഉത്തമമായ നല്ല വസ്തു അല്ലാഹു പകരം കൊടുക്കുകയും ചെയ്യും. എന്താണ് ഈ പ്രാർത്ഥന? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കറിയാം, അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബത്തി, പടച്ചവനെ എന്റെ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണേ, കൂലി തരണേ. അജ്ർ, അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബത്തി, എന്റെ ഈ ദുഃഖത്തിൽ ഞാൻ ക്ഷമിക്കുന്ന കാരണത്താൽ അല്ലാഹുവേ എനിക്ക് നീ പ്രതിഫലം തരണേ, കൂലി തരണേ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നുണ്ട്, അതിനേക്കാൾ ഉത്തമമായത് ഖൈറായത് പകരം തരണേ റബ്ബേ. ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിച്ചോ തീർച്ചയായും വലിയ പ്രതിഫലമുണ്ട്, പകരം അല്ലാഹു ഇവിടെ തന്നെ കൊടുക്കുകയും ചെയ്യും. ഉമ്മു സലമ ബീവി തന്റെ അനുഭവം പറയാ, തന്റെ അനുഭവം. പിഞ്ചുമക്കളെ അനാഥരാക്കി പ്രിയതമൻ യാത്ര പോയി. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹായുടെ ഈ സമയത്ത് എന്തൊരു ദുഃഖമുണ്ടാകും. ഒരു മനുഷ്യൻ മരിച്ചാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതാരാ? പെണ്ണാണ്, ഭാര്യ. ഇസ്ലാമിന് പരിധി വിട്ട ദുഃഖാചരണം ഇല്ല. ഒരാൾ മരിച്ചുപോയാല് മരണാനന്തരം മയ്യത്തിന്റെ വേണ്ടപ്പെട്ട ആളുകൾ മുടിവെട്ടാതെ വസ്ത്രം കഴുകാതെ മുഷിഞ്ഞു നടക്കൽ ഹറാമാണ്, ശിക്ഷാർഹമാണ്, ഇസ്ലാം പറഞ്ഞു അല്ലേ? നമ്മളെ വാപ്പ മരിച്ചു, മക്കൾക്കൊരിക്കലും സാധാരണ ജീവിതത്തിന്റെ ശൈലി വിട്ട് കുറച്ചുനാൾ ജീവിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കണം അവൻ, കുളിക്കണം അവൻ, വൃത്തിയോടെ നടക്കണം. എന്നാൽ ഇസ്ലാം ദുഃഖമാചരിക്കാൻ പെണ്ണിനോട് കൽപ്പിച്ചു. നീ 4 മാസവും 10 ദിവസം ദുഃഖം ആചരിച്ചിരുന്നോ? അലങ്കാരങ്ങളും സുഖഭോഗങ്ങളും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിന്റെ പ്രിയതമന്റെ കാര്യത്തിൽ ദുഃഖമാചരിക്കുന്നതിന് വിലക്കില്ല, അത് നിന്റെ കടമയാണെന്ന് ഇസ്ലാം പറഞ്ഞു. ഭർത്താവ് മരിക്കുമ്പോ പെണ്ണിനുണ്ടാകുന്ന ദുഃഖം വിവരണാതീതമാണ്, നമുക്കത് കണക്കാക്കാൻ പറ്റൂല. ഉമ്മു സലമ പറയുന്നു, ബീവി പറയുന്നു, ഫലമ്മാ തൂഫിയ അബൂ സലമ, എന്റെ പ്രിയതമനായ ഭർത്താവായ അബൂ സലമ മരണപ്പെട്ടപ്പോ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു, നിസ്സഹായയായി. ഞാൻ എന്റെ മക്കൾക്ക് ഉപ്പയില്ലാതെയായി. ഈ ഘട്ടത്തിൽ ഖുൽതു കമാ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൃദയം പിളർന്നു പോകുന്ന ദുഃഖം ഞാൻ അനുഭവിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഉമ്മു സലമ, നീ ദുഃഖിച്ചാലും നീ കണ്ണുനീർ ഒഴുക്കിയാലും പരിധി വിട്ട് നീ ഒന്നും തന്നെ സംസാരിക്കരുത്. നിന്റെ പ്രിയതമനെ അല്ലാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നു, കാര്യം ശരിയാണ്. നീ ഒരു കാര്യം ചെയ്തോ, നീ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഇജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചോ. ഞാന് എന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചപ്പോ ഞാൻ ചെയ്തത് ഖുൽതു കമാ അമറനി റസൂലുള്ളാഹ്, റസൂൽ എന്നോട് പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞു, അങ്ങനെ പ്രവർത്തിച്ചു. എനിക്ക് ദുഃഖമുണ്ട്, ഞാനത് ഒതുക്കി പിടിച്ചിട്ട് ഖുൽതു കമാ അമറനി റസൂലുള്ളാഹ്, നബി എന്നോട് പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്തേ അതിന് പകരമുണ്ടായത്? ഫഅഖ്ലഫല്ലാഹു തആല ലി ഖൈറൻ മിൻഹു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എനിക്ക് പകരം തന്നു. എന്റെ ഭർത്താവാണല്ലോ പോയത്, അല്ലാഹു എനിക്കതിന് പകരം തന്നു. ഖൈറൻ മിൻഹു, എന്റെ പ്രിയപ്പെട്ടവനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ. അതാരാ? റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയാണ് പിന്നെ എന്റെ സംരക്ഷണം ഏറ്റെടുത്ത് എന്നെ വിവാഹം കഴിച്ചത്. ഈ അനുഭവം എനിക്കുണ്ടായി, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പുന്നാര നബിയുടെ വാക്ക് കേട്ട് ഞാൻ ക്ഷമിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുകയാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉറ്റവർ മരിക്കുമ്പോൾ പിടിവിട്ടു പോകും. ദുഃഖം ആകാം, കണ്ണുനീർ ആകാം, നേരിയ രീതിയിലുള്ള കരച്ചിലും ആകാം. ആർത്തു വിളിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടുള്ള കരച്ചിലാണ് പാടില്ലാത്തത്. എത്ര പറഞ്ഞാലും ഇതുണ്ടാകും. നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാ,
عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم 4 من أمتي من أمر الجاهلية لا يتركونهن. 4 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ എന്നും നിലനിൽക്കും. ആ 4 കാര്യങ്ങൾ ജാഹിലിയ കാലത്തു ജനങ്ങൾക്കുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അജ്ഞാന കാലത്ത് പ്രവാചകൻ വരുന്നതിന്റെ മുമ്പുള്ള ഇരുളടഞ്ഞ യുഗത്തിൽ ആളുകൾ സ്വീകരിച്ചിരുന്ന രീതികളാണ് ആ 4 കാര്യങ്ങളും. ജാഹിലിയ കാലഘട്ടത്തിൽ സാർവത്രികമായി നടന്നിരുന്ന 4 കാര്യങ്ങൾ ജാഹിലിയത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചാലും എന്റെ ഉമ്മത്തിന് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏതാണ് എന്റെ ഉമ്മത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ജാഹിലി കാര്യങ്ങൾ? 1 അൽ ഫഖ്റു ഫിൽ അഹ്സാബി, തറവാട്ട് മഹിമ പറഞ്ഞുകൊണ്ടുള്ള പൊങ്ങച്ച പ്രകടനം. എത്ര വലിയ ഹജ്ജ് ചെയ്ത ആളാണെങ്കിലും അത് പരിചയപ്പെടുമ്പോ ഞങ്ങളെ തറവാട് ഇതാണ്, നാട്ടിൽ കേളി കേട്ട തറവാടാന്ന് പറയാതിരിക്കൂല, അത് പറഞ്ഞു പോകും. അങ്ങനെയാണ് തറവാട്ട് മേന്മ പറയുക. ഇതൊരു സ്വഭാവമാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംസ്കാരമാണ്. ഒരു അറബി ഒരിക്കൽ വീമ്പിളക്കി പറഞ്ഞത് കവികൾ ഉദ്ധരിച്ച് കാണുന്നുണ്ട്. ഇന്നാ അബാഹ വാ അബാ ആബാഹ ഖദ് ബാലഗാ ഫിൽ മജ്ദി ഗായതാഹ. എന്റെ കെട്ടിയോള വാപ്പ, ആ വാപ്പാന്റെ വാപ്പ, എന്റെ കെട്ടിയോള വാപ്പ, ആ വാപ്പായുടെ വാപ്പ, അവരൊക്കെ ആള് സൂപ്പർമാൻമാരായിരുന്നു, നല്ല ആളുകളായിരുന്നു. ഈ സ്വഭാവം നമ്മിലുമുണ്ട്. എത്ര ഇസ്ലാം അതിനെ, ഖുർആൻ അതിനെ നിരാകരിച്ചു. അങ്ങനെയുള്ള ആ പൊങ്ങച്ച പ്രകടനം പാടില്ല. തഖ്വക്കാണ് പ്രാധാന്യം. നിങ്ങളെ തറവാടുകളായി വിവിധ കുലക്കാരായി ദേശക്കാരായി ഒക്കെ മാറ്റിയത് അഡ്രസ്സിന് വേണ്ടി, തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ്. ഇതൊക്കെ പറഞ്ഞാലും വീണ്ടും ആ ജാഹിലിയ സ്വഭാവം വരും. 1. രണ്ടാമത്തേത് വത്തൊഅ്നു ഫിൽ അൻസാബ്, പിതൃത്വത്തെ ആക്ഷേപിക്കുന്ന സംസ്കാരം. പിതൃത്വത്തെ കുറ്റപ്പെടുത്തുക. നീ ആരടാ, നിന്റെ വാപ്പ വയനാട് അല്ലെങ്കിൽ ഇടുക്കി വനമേഖലയിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച ആളല്ലേ, അല്ലെങ്കിൽ നിന്റെ ഉപ്പയൊക്കെ ഞങ്ങളെ വളപ്പില് തോട്ടത്തിൽ വന്നിട്ട് തൂമ്പ വെച്ച് കിളച്ച ആളാ, നീ ഇപ്പൊ അത്ര വലിയ പൊങ്ങണ്ട, നിനക്കൊന്നും എന്റെ വീട്ടിൽ പഠിക്കൽ വരാൻ യോഗ്യതയില്ല, നിന്റെ വാപ്പാരാ അല്ലേ പറഞ്ഞു പോകാറുണ്ട്. സംസ്കാരമൊക്കെ ഉള്ള ആളുകൾ എന്നെ പറയാറുണ്ട്. ജാഹിലിയ സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു പാടില്ല, പിതൃത്വത്തെ വിമർശിക്കുന്ന രീതി പാടില്ല. 3 വൽ ഇസ്തിസ്ഖാഉ ബിന്നുജൂം, മഴയ്ക്ക് മാനദണ്ഡമാക്കി നക്ഷത്രങ്ങളെ കാണുക, നക്ഷത്രങ്ങളെ ആധാരമാക്കുക. എന്തിന്? മഴയ്ക്ക്. ഈ രീതി ഇന്നും ഉണ്ട്. 4 വന്നിയാഹത്തു അലൽ മയ്യിത്തി, മരിച്ചു കഴിഞ്ഞാലുള്ള ആർപ്പുവിളി, അട്ടഹാസം. ഈ 4 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുമെന്നാൽ അത് ഇസ്ലാമിലെ കാര്യമല്ല, ജാഹിലിയത്തിന്റെ കാര്യമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവരല്ല ഒരു വിഭാഗം ആളുകൾ, മൻ ലറബൽ ഹുദൂദ, മുഖത്തടിച്ച് നിലവിളിക്കുന്ന ആളുകൾ, വശഖൽ ജുയൂബ്, മാറ് വലിച്ചു കീറുന്ന ആളുകൾ, വദഅ ബിദഅവത്തിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് അട്ടഹസിച്ചതുപോലെ അട്ടഹസിച്ച് നിലവിളിക്കുന്ന ആളുകൾ. ഇങ്ങനെ ദുഃഖം അമിതമായി പ്രകടിപ്പിക്കുന്ന ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല, ഇസ്ലാം മതത്തിലെ മെമ്പർഷിപ്പിന് അവർക്ക് യോഗ്യതയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. കടുത്ത ഭാഷയാണ് ഈ വിഷയത്തിൽ. ഇതിപ്പോ എന്തിനാ പറയുന്നത്? മരണ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രംഗം, അതെന്തെങ്കിലും നടക്കട്ടെ, അവിടെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ ഇട്ടിരിച്ചു പോകരുത്. സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക ചുറ്റുപാടും അന്തരീക്ഷവും മരണവീടുകളിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. عن أبي بردة رضي الله عنه قال وجع أبو موسى رضي الله عنه. അബൂ ബുർദ എന്ന സ്വഹാബി പറയാണ്, മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി, രോഗം മൂർച്ഛിച്ച് ഫഗശിയ അലൈഹി, ആ മഹാനുഭാവൻ ബോധരഹിതനായി കിടന്നു. ബോധം കെട്ട് കിടക്കുമ്പോ വറഅസുഹു ഫീ ഹിജ്രി ഇംറഅത്തിൻ മിൻ അഹ്ലിഹി, മഹാനായ സ്വഹാബി വര്യൻ അബൂ മൂസ റളിയല്ലാഹു അൻഹു കിടന്നിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ രക്തബന്ധമുള്ള ഒരു പെണ്ണിന്റെ മടിയിലാണ് കിടന്നത്. അബൂ മൂസ എന്ന സ്വഹാബിയുടെ തല ആ കുടുംബത്തിലെ രക്തബന്ധമുള്ള മഹറമത്തായ ഒരു പെണ്ണിന്റെ മടിയിലാണ്. ആ സമയത്ത് ഫഅഖ്ബലത് തസീഹു ബിറന്നത്തിൻ, ഉച്ചത്തിൽ ഈ പെണ്ണ് നിലവിളിക്കാൻ തുടങ്ങി.
തന്റെ മടിയിൽ കിടക്കുന്ന തനിക്ക് വേണ്ടപ്പെട്ട അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ കണ്ടിട്ട് ഈ പെണ്ണ് ഉറക്കെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവർക്ക് അത് തടയാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ ബോധം വരുന്നുണ്ടെങ്കിലും ഈ കരച്ചിലും നിലവിളിയും കേൾക്കുന്നുണ്ടെങ്കിലും തടയാൻ സാധിച്ചില്ല. ഫലമ്മ അഫാഖ, ബോധം തെളിഞ്ഞപ്പോ, എണീറ്റിരിക്കാനും സംസാരിക്കാനും സാധിക്കുന്ന അവസ്ഥ എത്തിയപ്പോ മഹാനായ ആ സ്വഹാബി ഒരു ഹദീസ് ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്നി ബരീഉം മിമ്മൻ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഒഴിവാക്കിയ ആളുകളെ ഞാനും ഒഴിവാക്കുക. എനിക്ക് അങ്ങനത്തെ ആളുകൾ വേണ്ട. ഈ പെണ്ണിനെ സൂചിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ഒഴിവാണ്. നബി തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ ആളുകളെ എനിക്കും വേണ്ട. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന ബരീഉം മിനസ് സാലിഖതി വൽ ഹാലിഖതി വശാഖതി. നബി പറഞ്ഞിട്ടുണ്ട്, ബുഖാരി മുസ്ലിം, എന്ത്? അന ബരീഉം മിനസ് സാലിഖതി, മരണം നടക്കുമ്പോ മുസീബത്ത് വരുമ്പോ ആർത്ത് വിളിച്ച് കരയുന്ന പെണ്ണ്, ആ പെണ്ണിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ആ പെണ്ണുമായി എനിക്ക് ബന്ധമില്ല. യഥാർത്ഥത്തിൽ ആ പെണ്ണ് എന്നിൽ വിശ്വസിച്ചിട്ടില്ല. വൽ ഹാലിഖതി, ദുഃഖാചരണത്തിന്റെ ഭാഗമായി തല മുണ്ഡനം ചെയ്ത പെണ്ണ്. വശാഖതി, വസ്ത്രം വലിച്ചു കീറുന്ന പെണ്ണ്. അത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഇസ്ലാമുമായി അവർക്ക് ബന്ധമില്ല, അവർക്ക് വിശ്വാസമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവൃത്തികളുമായി മുന്നോട്ടു പോകുന്ന എന്റെ രക്തബന്ധത്തിൽപ്പെട്ട മഹറമത്തായ പെണ്ണാണെങ്കിലും ആ പെണ്ണുമായി എനിക്ക് ബന്ധം ആവശ്യമില്ല എന്ന് മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാം. അത്തരത്തിലുള്ള സ്ത്രീകൾക്കുള്ള ശിക്ഷയോ സഹീഹുൽ ബുഖാരിയിൽ കാണാം, അന്നാഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹാ. അലമുറയിട്ട് കരഞ്ഞ പെണ്ണ്, ആർത്ത് വിളിച്ച് കരഞ്ഞ പെണ്ണ്, മരണത്തിനു മുമ്പ് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, തുഖാമു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവളെ നിർത്തപ്പെടും. വഅലൈഹാ സിർബാലും മിൻ ഖതിറാൻ, അവളുടെ ശരീരത്തിൽ അണിയിക്കുന്നത് ടാറിന്റെ വസ്ത്രമായിരിക്കും. മഹ്ശറാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ചൂടാണ്. ആ ചൂടിൽ താറിന്റെ വസ്ത്രം ധരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉരുകിയൊലിക്കും, ആകെ പൊള്ളും. വദ്റുഉം മിൻ ജറബിൻ, പൂഴി പിടിച്ച ഒരു അങ്കിയുമാണ് അണിയിക്കുക. ആ അങ്കി അണിഞ്ഞു കഴിഞ്ഞാൽ ശരീരമാസകലം ചൊറിഞ്ഞു വീർക്കും. ഈ ശിക്ഷയായിരിക്കും തൗബ ചെയ്തില്ലെങ്കിൽ അക്ഷമരായി നിലവിളിക്കുന്ന സ്ത്രീകൾക്കുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് ഈ വിഷയത്തിൽ പരാജയപ്പെടാറ്. ദുർബല മനസ്സിന്റെ ഉടമകളാണല്ലോ സഹോദരിമാർ. പുരുഷന്മാർക്ക് കുറെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതൊക്കെ ഇവിടുന്ന് പ്രസംഗിക്കാൻ മുസ്ലിയാരെ പറ്റും. പ്രായോഗികമായി ഇത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. എത്രത്തോളം സ്ത്രീജനങ്ങളാണ് ഈ വിഷയത്തിൽ മുൻപന്തിയിൽ, ഈ നിയമം തകർക്കുന്ന വിഷയത്തിൽ അവരാണ് മുൻപന്തിയിലുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്ത്രീകളോട് ബൈഅത്ത് എടുപ്പിച്ചു നബി തങ്ങൾ, അല്ലേ? ഇസ്ലാമിലേക്ക് കടന്നു വന്നവരോട് ബൈഅത്ത് ചെയ്തു, അനുസരണ പ്രതിജ്ഞ വാങ്ങിച്ചു. ബൈഅത്തതാണ് അനുസരണ പ്രതിജ്ഞ. ഖുറൈശികൾ, ബഹുദൈവ വിശ്വാസികൾ, അമുസ്ലിമീങ്ങളായ ആളുകൾ നബി തങ്ങളുടെ മുന്നിൽ വന്ന്, നബിയേ, ഞങ്ങൾക്ക് സത്യദീൻ പുൽകണം, സത്യദീനിന്റെ മെമ്പർമാരാകണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു ബൈഅത്ത് നടന്നു. എന്താണ് ആ ബൈഅത്ത്? അനുസരണ പ്രതിജ്ഞ, ദീനുമായിട്ടുള്ള പ്രതിജ്ഞ. അത് അള്ളാഹുവുമായിട്ടുള്ള പ്രതിജ്ഞയാണ് അവർ പ്രവാചകരിൽ നിന്നെടുത്തത്. സ്ത്രീകൾ ബൈഅത്ത് ചെയ്തു. ഹദീസിൽ കാണാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് സ്ത്രീകൾ ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്തിൽ എന്തൊക്കെയാണ് പ്രതിജ്ഞ എടുക്കുന്നത്? അള്ളാഹുവിനെയാണ് ഇനി ആരാധിക്കുക, അള്ളാഹുവിനെയാണ് ഇനി ഭയക്കുക എന്ന് തുടങ്ങി ദീനിന്റെ അടിസ്ഥാന നിയമാവലികൾ ഉദ്ധരിക്കുന്ന പ്രതിജ്ഞയെടുക്കുന്ന ആ സമയത്ത് സ്ത്രീകളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ചപ്പോ നബി തങ്ങൾ പ്രധാനമായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇതും ചേർത്തി പറഞ്ഞു. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. ഏത് ചേർത്തി പറഞ്ഞു? ഉമ്മു അത്തിയ ബീവി പറയുന്നു, അഖദ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ ബൈഅത്തി അല്ലാ നനൂഹ. ഏകദൈവ വിശ്വാസികളാകാനുള്ള താൽപര്യപ്രകാരം ഞങ്ങൾ തിരുസന്നിധിയിലെത്തിയപ്പോ ഞങ്ങളോട് ബൈഅത്തെടുപ്പിച്ചു, കരാറ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ഇനി ഏകദൈവത്തെ ആരാധിക്കുകയുള്ളൂ. കൂട്ടത്തിൽ മുസീബത്ത് വന്നാൽ, കഠിനമായ ദുഃഖം വന്നാൽ ഞങ്ങൾ ഇനി ആർത്ത് വിളിച്ച് കരയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ചു. വളരെ ഗൗരവമുള്ള കാര്യല്ലേ? നിസാര കാര്യമല്ലല്ലോ.
വഅൻ ഇംറഅത്തിൻ മിനൽ മുബായിഅതി, ബൈഅത്ത് ചെയ്ത മറ്റൊരു പെണ്ണ് പറയുന്നു. വേറൊരു ഹദീസിൽ കാണാം, അഖദ അലൈനാ റസൂലുള്ളാഹ്, നബി ഞങ്ങളിൽ നിന്ന് പ്രതിജ്ഞ വാങ്ങിച്ച സമയത്ത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു, അല്ലാ നഖ്മിശ വജ്ഹ, ഞങ്ങൾ മുഖത്തടിക്കില്ല, ആർത്ത് വിളിച്ചുകൊണ്ട് മുഖത്തടിക്കില്ല, വലാ നശുഖ ജൈബ, ഞങ്ങൾ മാറുകീറില്ല, അതുപോലെ തന്നെ വലാ നദുഉ വൈല, നാശമേ നഷ്ടമേ എന്ന് വിളിച്ച് ഞങ്ങൾ കരയില്ല, വലാ നൻസുറ ശഅറ, ഞങ്ങൾ മുടി വലിക്കില്ല. ദുഃഖമുണ്ടാകുമ്പോ, ദുഃഖം ക്രമാതീതമായി വെളിയിൽ വരുമ്പോ പെണ്ണ് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും പാടില്ല എന്ന് ഓരോന്നോരോന്ന് ഞങ്ങളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ചു എന്ന് ബൈഅത്തിൽ പങ്കെടുത്ത ഒരു സഹാബിയത്തായ പെണ്ണ് റളിയല്ലാഹു അൻഹാ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ആയാലും വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോ അതൊക്കെ ഉണ്ടാകും, നിയന്ത്രിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞും മാറി നിൽക്കാൻ പാടില്ല. പ്രവാചകരുടെ സുന്നത്ത് അങ്ങനെ മാറി നിൽക്കുന്നതിനെതിരാണ്. മഹാനായ സഹാബി വര്യൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅത്ത രണാങ്കണത്തിൽ ഷഹീദാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ സ്വഹാബിയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. വച്ചാപ്പാന്റെ മകൻ, അബൂ ത്വാലിബിന്റെ മകൻ, പ്രിയപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത ഉന്നാര നബിയുടെ കാതുകളിലെത്തുകയാണ്. ഈ വാർത്ത കേട്ടപ്പോ എന്താ സംഭവിച്ചത്? മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആ രംഗം വിവരിക്കുന്നുണ്ട്. മുസ്ലിമിൽ കാണാ, സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാ. അനായിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ലമ്മാ ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ലു സയ്യിദ് ഇബ്നു ഹാരിസത വജഅഫർ ഇബ്നു അബീ ത്വാലിബ് വഅബ്ദുല്ലാഹി ഇബ്നു റവാഹ. പ്രമുഖ സ്വഹാബികളായ ജഅഫർ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, സയ്യിദ് ഇബ്നു ഹാരിസ അടക്കമുള്ള ഒരുപറ്റം സഹാബികൾ മുഅത്ത രണാങ്കണത്തിൽ പിടഞ്ഞു മരിച്ചിരിക്കുന്നു. പരിശുദ്ധ ദീനിനു വേണ്ടി കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അല്ലാഹുവിന്റെ വചനം അതാണ് ഉന്നതമായതെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത നബി തങ്ങൾ വീട്ടിലിരുന്ന് കേട്ടു. കേട്ട സമയത്ത് നബിയുടെ ഭാവഭേദങ്ങൾ നോക്കുകയാണ് എന്റെ പണി. ആയിഷ ബീവി പറയാൻ, ആ കൂട്ടത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഒരു സഹാബിയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. ഈ വാർത്ത കേട്ടപ്പോ ഞാൻ നബിയെ നോക്കുകയാണ്. വാതിലിനിടയിലൂടെ, ഞാൻ ഇപ്പുറത്താണുള്ളത്, വാതിലിനിടയിലൂടെ ഞാൻ നബിയെ നോക്കിയപ്പോ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുറഫു ഫീ വജ്ഹിഹിൽ ഹുസ്നു. പുന്നാര നബിയുടെ മുഖത്ത് ദുഃഖം അണപൊട്ടി നിൽക്കുന്നുണ്ട്. നബിയുടെ മുഖത്ത് വല്ലാത്ത കഥനഭാരത്തിന്റെ ലക്ഷണമുണ്ട്. ദുഃഖം സഹിക്കാൻ പറ്റാതെ മുത്തുനബി ഇരുന്നിട്ടുണ്ട്. ഈ രംഗം ഞാൻ കാണുകയാണ്. എങ്ങനെ ദുഃഖിക്കാതിരിക്കും? സത്യവിശ്വാസികളോട് പുന്നാര നബിക്കുണ്ടായിരുന്ന സ്നേഹം അങ്ങനെയായിരുന്നല്ലോ. ഖുർആൻ ആ സ്നേഹത്തെ വർണ്ണിച്ചു പറഞ്ഞത് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹരീസുൻ അലൈക്കും, നിങ്ങളോടൊക്കെ പുന്നാര നബിക്ക് കഠിനമായ താല്പര്യമാണ്, വല്ലാത്ത അലച്ചയാണ്, ആർത്തിയാണ്. നിങ്ങളോട് നബിക്ക് ആർത്തിയാണ്, താല്പര്യമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് പുന്നാര നബിക്ക് ഉണ്ടായിരുന്ന സമീപനം കാരുണ്യത്തിന്റെ കടലാണ് നബി. വിശ്വാസികളുടെ കാര്യത്തിൽ കൃപയുടെ കടലാണ് നബി. ഒരു മകനും ഒരു ഉപ്പായിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, ഒരു ഉമ്മയിൽ നിന്നും ഒരു മകന് കിട്ടാത്ത സ്നേഹമാണ് നബി തങ്ങളിൽ നിന്ന് സ്വഹാബത്തിന്, സത്യവിശ്വാസികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതാണല്ലോ മങ്കൂസ് മൗലിദിൽ പറയുന്നത്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയേ, അങ്ങ് ഉപ്പയാണോ അല്ല ഉമ്മയാണോ? രണ്ടുമല്ല, രണ്ടുപേരിൽ നിന്നും കിട്ടിയതിനേക്കാൾ വലുതാണല്ലോ, വലിയ സ്നേഹവും കടപ്പാടുമാണല്ലോ നബിയെ അങ്ങയിൽ നിന്ന് ഞങ്ങൾ കണ്ടത് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മങ്കൂസ് മൗലിദ് പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബി വര്യന്മാരുടെ രക്തസാക്ഷ്യ വാർത്ത കേട്ടുകൊണ്ട്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. ആയിഷ ബീവി പറയാൻ, ഫഅതാഹു റജുലുൻ, ഒരാൾ ഓടിക്കിതച്ചങ്ങോട്ട് കയറി വന്നു. എന്തിനാ കയറി വന്നത്? കയറി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന നിസാഅ ജഅഫരിൻ, ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മരണപ്പെട്ടു എന്ന വാർത്ത അദ്ദേഹത്തിന്റെ കുടുംബവും അറിഞ്ഞു, ഭാര്യ സന്താനങ്ങൾ സഹോദരിമാരെല്ലാം അറിഞ്ഞു.
ഫദക്കറ ബുകാഅഹുന്ന, അവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ വന്ന മനുഷ്യൻ നബിയോട് പറയാണ്. വദക്കറ ബുകാഅഹുന്ന, വലിയ കരച്ചിൽ കരയാണ് നബിയെ. ജഅഫറിന്റെ വേർപാടറിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂട്ട നിലവിളിയാണ്. ആകസ്മികമായ വേർപാടിൽ മനം നൊന്തവർ പൊട്ടിക്കരയുകയാണ് നബിയെ. ദൂതൻ വന്നിത് പറഞ്ഞപ്പോ ഫഅമറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യൻഹാഹുന്ന, നബി പറഞ്ഞു നീ പോയിട്ട് അൻ യൻഹാഹുന്ന, അവരെ വിലക്കൂ, അങ്ങനെ കരയരുത്, സബൂറായി നിലകൊള്ളാൻ പറ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. വദഹബർ റജുലു, ഈ വാർത്തയും കൊണ്ട് വന്ന മനുഷ്യൻ തിരിച്ചുപോയി. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ സബൂറാകണം, അതിനാണ് പ്രതിഫലം എന്നൊക്കെ പറഞ്ഞു. അവരാ സ്ത്രീകൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല, അത് ഒട്ടും പരിച്ചില്ല. സുമ്മ അത്താഹു സാനിയ, അവിടെ ഫലം ചെയ്തില്ല, ഉപദേശം അവർ കേട്ടില്ല എന്ന് വന്നപ്പോ ഈ ദൂതൻ രണ്ടാമതും നബിയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു നബിയെ അവരനുസരിക്കുന്നില്ലല്ലോ, പോയിട്ട് പറ ഞാനാണ് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നിലവിളി ഊട്ടക്കരച്ചിൽ നിർത്തണമെന്ന് പറ. ദൂതൻ രണ്ടാമതും കയറി ചെന്ന് പറഞ്ഞു അള്ളാന്റെ റസൂലാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഏതൊരു പ്രവാചകരിലാണോ വിശ്വസിച്ചത് എങ്കിൽ ആ പ്രവാചകന്റെ നിർദ്ദേശമാണ് കരച്ചിൽ നിർത്തണം. ഒരു കരച്ചിൽ നിർത്തിയില്ല. സുമ്മ അതാഹു സാലിസ, ഈ അവസ്ഥയിൽ ഈ ദൂതൻ മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു വലബ്നനാ യാ റസൂലല്ലാഹ്, ആ കരയുന്ന പെണ്ണുങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തോറ്റുപോയി നബിയേ. എന്ത് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ നബി എന്താ പറഞ്ഞു, അതൊക്കെ ഇപ്പൊ ഉണ്ടാവും, എന്താ ഇപ്പൊ ചെയ്യാ, അതൊക്കെ ഇപ്പൊ ഉണ്ടാവും കരച്ചില്, നമ്മളിപ്പോ എന്താ ചെയ്യാ എന്ന് പറയല്ലേ ചെയ്തത്. 3 തവണ പറഞ്ഞിട്ടും അനുസരിക്കാതെ വന്നപ്പോ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു എങ്കിൽ ഫഅഹസൂ ഫീ അഫ്വാഹിഹിന്ന തുറാബ, അവരുടെ വായിൽ മണ്ണ് കുത്തി നിറക്കൂ, എങ്കിലൊന്ന് നിർത്തട്ടെ. ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നോട്ടെ, ദുഃഖിച്ചോട്ടെ, അത് കൃപയുടെ ലക്ഷണമാണ്, അത് നല്ല ലക്ഷണമാണ്, അത് വിരോധമില്ല. ആർത്ത് വിളിച്ചുള്ള നിലവിളി ഈമാനിന്റെ അഭാവമാണ്, ഈമാനില്ലാത്തതിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഇനിയും മുസ്ലിം സ്ത്രീകൾ കരയുന്നുണ്ടെങ്കിൽ അവരുടെ വായകളിൽ നിങ്ങൾ മണ്ണിട്ട് അടക്കുക, എങ്കിലും അങ്ങനെയെങ്കിലും കരച്ചിൽ നിർത്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ജാഹിലിയ കാലത്ത് ഇങ്ങനെ വസിയത്താക്കുന്ന രീതി വരെ ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചാ കരയണം കേട്ടോ. ഇന്നിപ്പോ വലിയ കാര്യമായിട്ട് പറയാലോ, ഞാനൊക്കെ ജീവൻ പോയാ പുള്ള കരയും കൂടി ചെയ്യൂല, സ്നേഹമില്ലാത്തതിന്റെ ലക്ഷണം, അപ്പൊ കരയണം, കരച്ചിലാണ് ഒരു ബാധ്യത എന്നുള്ള തരത്തിലാണ് സംസാരം. അത് ഇസ്ലാമിന്റെ രീതിയല്ല. ഇങ്ങനെ കരയുന്നതിനെ കുറിച്ചും കരയിപ്പിക്കുന്നതിനെ കുറിച്ചും ശക്തമായ മുന്നറിയിപ്പുണ്ട്. ബുഖാരിയിൽ കാണാം അൽ മയ്യിത്തു യുഅദ്ദബു ഫീ ഖബരിഹി ബിമാ നീഹ അലൈഹി. ഇങ്ങനെ അട്ടഹസിച്ചാൽ ആ അട്ടഹാസത്തിന് പകരം ശിക്ഷിക്കപ്പെടുന്നത് മയ്യിത്താണ്. ഹദീസിൽ കാണാം മാമിൻ മയ്യിത്തിൻ യമൂതു ഫയഖൂമു ബാകീഹിം വയഖൂലു വാ ജബലാ വാ സയ്യിദാ ഇല്ലാ വുക്കില ബിഹി മലക്കാനി. ഒരാള് മരിച്ചു കഴിഞ്ഞു, ആ മരിച്ച ആളുടെ മേലിൽ കരയുന്ന ആളുകൾ നിലവിളിച്ച് കരഞ്ഞാൽ ഇല്ലാ വുക്കില ബിഹി മലക്കാനി, ഈ മയ്യിത്തിനെ 2 മലക്കുകളെ അങ്ങോട്ട് ഏൽപ്പിക്കും. യൽഹസാനിഹി, എന്നിട്ട് ഈ മയ്യത്തിന്റെ നെഞ്ചത്തിടിച്ചുകൊണ്ട് ആ അദാബിന്റെ മലക്കുകൾ ചോദിക്കത്രേ കുന്ത, നീ ഇതൊക്കെയാണോ നിന്റെ കുടുംബത്തിന് പഠിപ്പിച്ചത്? ഈ സംസ്കാരമായിരുന്നോ നിന്റെ വീട്ടിലുണ്ടായിരുന്നത്? അവര് വിളിച്ചു പറയുന്നത് പോലെയായിരുന്നോ നീ? മയ്യിത്ത് ശിക്ഷിക്കപ്പെടും. വസിയത്താക്കിയില്ലെങ്കിലും ശിക്ഷിക്കപ്പെടും. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, നമ്മളൊക്കെ ഉപദേശിച്ച് നമ്മുടെ കുടുംബത്തെ നന്നാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അവിടുത്തെ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാൻ, ലമ്മാ തുഇന ഉമറു റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന് പള്ളിയിൽ വെച്ച് കുത്തുകൊണ്ടപ്പോ, അങ്ങനെ വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുവന്ന് കിടത്തിയപ്പോ ഫഉഗ്മിയ അലൈഹി, മഹാനവർകൾക്ക് ബോധക്ഷയം വന്നു, ബോധം കെട്ടപ്പോ ഫസീഹ അലൈഹി, ബന്ധുക്കളായ ചില സ്ത്രീകൾ ആർത്ത് വിളിക്കാൻ തുടങ്ങി. ആ മയക്കത്തിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലായി. ഫലമ്മാ അഫാഖ, ബോധം തെളിഞ്ഞ് ബോധം തിരിച്ചു കിട്ടിയപ്പോ പറഞ്ഞു അമാ അലിംതും, നിങ്ങൾക്കറിയില്ലേ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നൽ മയ്യിത യുഅദ്ദബു ബിബുകാഇൽ ഹയ്യി. മുസ്ലിമിൽ കാണാം ഈ ഹദീസ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? എന്റെ ബോധം നഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾ ആർത്തു വിളിക്കുകയോ? ഒരു മയ്യിത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കരച്ചിൽ കാരണം ശിക്ഷിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ വസിയത്താക്കിയിട്ടില്ല.
ആക്കാതെ തന്നെ പറയാണ്, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഉറ്റവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ ആർത്ത് വിളിച്ച് അക്ഷമരായിക്കൊണ്ടുള്ള നിലവിളി, ആ നിലവിളി പല രീതിയിലും മയ്യിത്തിന് തന്നെ ദൂഷ്യമായി ഭവിക്കും എന്നതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണം നമ്മുടെ സഹോദരിമാർക്കിടയിലും അല്ലാത്തവർക്കിടയിലും നാം നടത്തണം. അള്ളാഹു അത്തരം വേളകളിൽ സബൂറായി ക്ഷമിച്ച് ഈമാനോടെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പടച്ച റബ്ബ് ഔദാരിയായി തരില്ലാതെ അതൊന്നും കിട്ടൂല. നമുക്ക് പ്രസംഗിക്കാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ്. ഇങ്ങനെയുള്ളൊരു വേള വരുമ്പോ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈമാന്റെ വെളിച്ചം വേണം. അള്ളാഹു ഈമാനിന്റെ വെളിച്ചം തരട്ടെ, മനസ്സിന് കരുത്ത് തരട്ടെ, സബൂറിനുള്ള മാനസിക പക്വത തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാന്റ്സ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.